ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ ഗ്രീൻ പീസും പൊട്ടാറ്റോയും വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. മസാലക്കറി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് സോക്ക് ചെയ്ത ഗ്രീൻ പീസ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നന്നായി തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളറായി വരുന്നവരെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് കറിക്ക് നല്ല കളറും ടേസ്റ്റും ലഭിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ തേങ്ങയോടെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ച ഗ്രീൻ പീസും പൊട്ടാറ്റോയും ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോയും ഗ്രീൻ പീസും എല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സവാള വഴറ്റിയതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉടഞ്ഞു പോവാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വറുത്തരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് വറുത്തരച്ച് വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതുപോലെ നല്ല തിക്കായിട്ടാണ് വേണ്ടത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി നല്ല തിക്കായിട്ടാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ തേങ്ങയിൽ അധികം വെള്ളം ചേർക്കാതെ ഇതുപോലെ തിക്കാക്കി തന്നെ അരച്ചെടുക്കണം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അരപ്പെല്ലാം ഗ്രീൻ പീസിലും പൊട്ടാറ്റോയിലും എല്ലാം നന്നായി ഒന്ന് പിടിച്ച് വരണം. അതുവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ മിക്സായി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പൊട്ടാറ്റോ ഒന്നും ഉടഞ്ഞു പോവാതെ മെല്ലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും അല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വേപ്പിലയെല്ലാം കൂടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. മസാലക്കറി ഇപ്പോൾ റെഡി ആയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മസാലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.